ഒരു തമ്പുരാനും തമ്പുരാട്ടിയും. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി 4 ദിവസം സംസ്ഥാനത്തൊട്ടാകെ ദുഃഖാചരണമാണ്. എല്ലാ സർക്കാർ ആഘോഷ പരിപാടികളും മാറ്റിവെച്ചിട്ടുള്ളതായി അറിയിക്കുന്നു. 2 ആഴ്ചത്തേക്ക് നമ്മൾ ഈ ആഘോഷ പരിപാടികൾ മാറ്റിവെക്കുന്നു. എന്തായാലും നമ്മൾ ജയിക്കുന്നു തീർച്ചയായിരുന്നു. അയാൾക്ക് മരിക്കാൻ കിട്ടിയ സമയം. നാശം പിടിക്കാനായിട്ട് ഇന്നത്തോടെ ശിവദാസനെ തീർക്കാമെന്ന് കരുതിയതാ. അപ്പോഴാണ് മന്ത്രിയുടെ ഒടുക്കത്തെ ഒരു... സാരമില്ല, ശിവദാസന് 2ാമതൊരു ആയുസുണ്ടെന്ന് കരുതിയാ മതി. ആശാനെ, ഇതൊരു റിഹേഴ്സലായിട്ട് കൂട്ടിയാ മതി. എന്തായാലും ഇവനെ ഞാൻ എടുത്തിരിക്കും. അല്ല കുഞ്ഞോളെ, ഈ പഴയ ആഭ്യന്തരമന്ത്രി മരിച്ചതുകൊണ്ട് ജയിലിലെ ആഘോഷം മാറ്റിവെക്കേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാം ഒരുവിധം സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിനിടയില് ഇങ്ങനെ ഒരു തടസ്സം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പോട്ടെ കുഞ്ഞോളെ, 4 ദിവസമല്ലേ ദുഃഖാചരണം. അത് കഴിയുമ്പോ മുടങ്ങിയ മത്സരം വീണ്ടും നടത്താമെന്നല്ലേ പറഞ്ഞത്. അത്രയും ദിവസം കൂടി ശിവദാസന് ആയുസുണ്ടെന്ന് കരുതിയാ മതി. കാലന്റെ കണക്ക് പുസ്തകത്തിലെ ജയിലിൽ നിന്ന് ഗാർഡ് വിളിച്ചപ്പോ എല്ലാം കഴിഞ്ഞു കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. ഒരു കാരണവശാലും ആ ശിവദാസൻ ജീവനോട് പുറത്തേക്ക് വരാൻ പാടില്ല. കൊട്ടാരം കൊലപാതകത്തിലെ പ്രതി ജയിലിൽ വച്ചു തന്നെ മരണമടയണം. അല്ല കുഞ്ഞോളെ, എന്റെ സംശയം അതല്ല. ആ മണിമാല ഇത് എവിടെ പോയി? അത് തേടിയാണ് ഇനി രമാദേവിയുടെ യാത്ര. എന്തായാലും ആ ശിവദാസനുണ്ടല്ലോ, അയാള്... കുഞ്ഞോളെ, ദാളിയാ വരുന്നു. മതി. അത് എന്താണ് ആങ്ങളെയും പെങ്ങളും കൂടി മൗനവ്രതം എടുക്കുക? അല്ലടിയാ, ഞങ്ങളെ ഈ നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു. വാലുള്ള നക്ഷത്രം, വാലില്ലാത്ത നക്ഷത്രം. ഓ, പുതിയ ഗാലക്സി എങ്ങാനും കണ്ടുപിടിക്കുകയാണെങ്കിൽ പറയണം. രമേ, താഴെ ഒരു പൂജ നടക്കാൻ പോവുക, നീ അങ്ങോട്ട് വരണം. പൂജയോ? ഈ നേരത്തെ എന്ത് പൂജ? കൊട്ടാരത്തിലെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ചിത്രം വെച്ചുള്ള ഒരു ശാന്തി പൂജയാ. നീ വേണം വിളക്ക് കത്തിക്കാൻ. ശാന്തി പൂജയോ? അതൊന്നും ഈ വീട്ടിൽ നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. രമേ, ഒരു പൂജയാ. ആ പൂജ കൊണ്ട് തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ആത്മാവിന് ശാന്തി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. നമ്മളായിട്ട് എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നേ? ദേ, ഞാൻ ആദ്യമേ പറഞ്ഞതാ, ഇത്തരം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഈ വീട്ടിൽ ചെയ്യരുതെന്ന്. അല്ലെങ്കിൽ തന്നെ ആവാഹിക്കലും ഒഴിപ്പിക്കലൊക്കെ നടത്ത ഇതെന്താ മന്ത്രവാദം പറയോ? അല്ലേ, ശാന്തി പൂജ നടത്താൻ പോവാണത്രേ. കുഞ്ഞോളെ, ചെന്ന് തട്ടിയറി കുന്തവും കുറച്ചവരൊക്കെ. അല്ല അളിയാ, ഭദ്ര, ഇനി നീ മിണ്ടിയാ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ.
ജയരാമന്റെ കൊമ്പൊടിക്കാൻ ഇവിടെ ഇപ്പൊ ഒരു പിടിയാനേ ഉള്ളൂ. കുഞ്ഞോളെ, ചിലതൊക്കെ തുടങ്ങി വെക്കാനുള്ള സമയമായി. കുഞ്ഞോട് ചെല്ല്, പുറകെ ഞാനും വരാം. ആ, ഇനി പൂജ തുടങ്ങാം. ഇതെന്ത് പൂജയാ മുത്തശ്ശി? ശാന്തി പൂജ. ശരിക്കും പറഞ്ഞ ആത്മശാന്തി പൂജ. സാറേ, ഇനി വിളക്ക് തെളിയിക്കണ്ടേ? അതെ, വിളക്ക് തെളിയിക്കണം. കുടുംബത്തിലെ ഗ്രഹനാഥയാണ് വിളക്ക് തെളിയിക്കേണ്ടത്. അതിന് രമേശ് ഇങ്ങോട്ട് വന്നില്ലല്ലോ. ജയരാമ, നീ രമയെ വിളിച്ചില്ലേ? ഞാൻ പോയി വിളിച്ചതാമേ, വരുമെന്ന് തോന്നുന്നില്ല. മുത്തശ്ശി വീട്ടിലെ ഗ്രഹനാഥയാണല്ലോ. അപ്പോ മുത്തശ്ശി വിളക്ക് തെളിയിച്ചാ മതി. എന്താ, ശരിയല്ലേ? അതെങ്ങനെയാ മഹി ശരിയാവുന്നേ? അടുത്ത ആത്മശാന്തി പൂജ നടത്താൻ ഊഴം കാത്തിരിക്കുന്ന ആളെ കൊണ്ടാണോ വിളക്ക് തെളിയിക്കേണ്ടത്? മുത്തശ്ശി അല്ലെങ്കിൽ പിന്നെ ആരാ വിളക്ക് തെളിയിക്കുന്നേ? ഇത് പൂർണ്ണ ചന്ദ്രനുള്ള ദിവസമോ ചന്ദ്രൻ പൂർണ്ണമായി മറയുന്ന ദിവസമോ നടത്തപ്പെടുന്ന പ്രാർത്ഥനാ പൂജയാ. അമാവാസി ദിവസം തന്നെയാണ് തമ്പുരാനും തമ്പുരാട്ടിക്കും അകാല മൃത്യു സംഭവിച്ചത്. ചിട്ടയോടുകൂടി കർമ്മം നടത്തണം. നിലവിളക്ക് ചന്ദ്രനിലേക്ക് തെളിയിക്കട്ടെ. അതെങ്ങനെ ശരിയാവും? അതൊക്കെ അങ്ങ് ശരിയായിക്കോളൂ. ചന്ദ്രാമ വിളക്ക് തെളിയിക്കേ. ചന്ദ്രമ്മേ, കത്തിക്ക്. നീ ആരടി എനിക്ക് പകരം നിൽക്കാൻ? തമ്പുരാനും തമ്പുരാട്ടിക്കും ആത്മശാന്തി പൂജ. ആദ്യം വീട്ടിലുള്ളവരുടെ മനസ്സിന് ശാന്തി കൊടുക്കണം. എന്നിട്ട് മതി ചത്തും മണ്ണടിഞ്ഞവർക്ക്. ഒരു തമ്പുരാനും തമ്പുരാട്ടിയും.